إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. മഹത്തുക്കളായ സാദാത്തുക്കൾ, ഉലമാക്കൾ, സാംസ്കാരിക നായകർ, മുത്തഅല്ലിം സഹോദരങ്ങൾ, മാന്യ സഹോദരീ സഹോദരന്മാർ, ഒരായിരം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തിരുരങ്ങാടിയുടെ ഹൃദയഭാഗത്തു തിരുരങ്ങാടിയുടെ പൗഢിക്കും പ്രതാപത്തിനും അനുയോജ്യമായ അതിമനോഹരമായ സൗകര്യപ്രദമായ ഒരു പള്ളി തിരുരങ്ങാടി മേലേച്ചിന ടൗണിന്റെ ഹൃദയഭാഗത്ത് പടുത്തുയർത്തി നാളെ അതിഗംഭീര ഉദ്ഘാടന സമ്മേളനവും ഇവിടെ നടക്കാനിരിക്കുന്നു. അതിന്റെ ഭാഗമായി ചരിത്ര സമ്മേളനം, ചരിത്രത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പരിശുദ്ധമായ ഫുർഖാനുൽ അദീമിന്റെ 114 അധ്യായങ്ങളാണ്, 60 ഹിസ്ബുകളാണ്, 30 ജുസുകളാണ്, 6600 ചില്ലറ ആയത്തുകളാണ്. പക്ഷേ ഖുർആനിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ 3. ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ ആധികാരിക ശബ്ദമായ മഹാനായ ഇമാം റാസി റഹിമഹുല്ലാഹു തആല തങ്ങൾ ലോകപ്രശസ്തമായ തഫ്സീർ റാസിയിൽ പറയുന്നത്, إن مقاصد القرآن منحصرة في 3: العقائد والأحكام والقصص. ഖുർആന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ 3 നിക്ഷിപ്തമാണ്. 1, വിശ്വാസങ്ങൾ. 2, കർമ്മങ്ങൾ. 3, ചരിത്രങ്ങൾ. ഇത് 3ഉം വിശദീകരിക്കുക. ഖുർആനിൽ 1000-ലേറെ ചരിത്രങ്ങൾ കാണാം. മൻ ലൈസ ലഹു മാദിൻ ലൈസ ലഹു ഹാദിറുൻ വലാ മുസ്തഖ്ബിൽ. ഭൂതകാലത്തെക്കുറിച്ചറിയാത്തവനിക്ക് വർത്തമാനകാലം ഭാവിയും പച്ചപിടിപ്പിക്കാൻ കഴിയില്ല. മൻ വഅ അഖ്ബാറ മൻ ഖദ് മളാ അല്ലാഹു ഫഇലാ ഉംദിഹി അഅ്മാറ മൻ ഖദ് മളാ. പൂർവികരുടെ ചരിത്രങ്ങൾ പഠിക്കുകയും ബൈഹാർട്ടാക്കുകയും ചെയ്തെങ്കിൽ നമ്മുടെ വയസ്സിലേക്ക്
പൂർവീകരുടെ വയസ്സുകൂടി ലഭിച്ചതിന് തുല്യമാണ്. 10, 30, 60, 70, 80 വയസ്സ് മാത്രം ജീവിക്കുന്ന ഈ സമൂഹത്തിന് കുറഞ്ഞ കാലാനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മുടെ പൂർവികർ വാപ്പ ജീവിച്ച ആ കാലത്തെ സംഭവങ്ങളും അതിന്റെ ചരിത്രങ്ങളും നന്നായി അറിഞ്ഞാൽ ആ വാപ്പയുടെ ആയുസ് കൂടി നമ്മുടെ ആയുസ്സിലേക്ക് കൂട്ടാം. അങ്ങനെ ഓരോ കാലങ്ങളും വസ്തുനിഷ്ഠമായി പഠിച്ചാൽ അതാത് കാലങ്ങളിലെ ആയുസ് നമ്മുടെ ആയുസ്സിലേക്ക് കൂട്ടിച്ചേർക്കാം. യഥാർത്ഥത്തിൽ കേരള ജനത മലയാളികളുടെ ഏറ്റവും വലിയ ന്യൂനതകളിൽ ഒന്നാണ് ചരിത്രത്തെക്കുറിച്ച് ബോധമില്ല എന്നത്. എന്തിനേറെ ഈ ഇരിക്കുന്ന ആളുകളോട് വാപ്പമാരെക്കുറിച്ച് പറഞ്ഞാൽ ചോദിച്ചാൽ 100% ആളുകൾ പറയും വാപ്പയുടെ വാപ്പയെക്കുറിച്ച് ചോദിച്ചാൽ ഡീറ്റെയിൽസ് 90% ആളുകൾക്ക് പറയാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തെ വാപ്പയുടെ വിവരങ്ങൾ അന്വേഷിച്ചാൽ പറയാൻ കഴിയുന്നവർ 25% ഈ കൂട്ടത്തിൽ ഉണ്ടാകുമോ? നാലാമത്തെ വാപ്പയുടെ പേര് ചോദിച്ചാൽ ചരിത്രങ്ങൾ അന്വേഷിച്ചാൽ 1% പറയാൻ കഴിയുമോ? നാലാമത്തെ വാപ്പ ഇല്ലാതെ വന്നവരല്ലല്ലോ ഈ കൂടിയവരാരും. കേരളത്തിന് പണ്ട് കാലം തൊട്ടേ ഈ വിഷയത്തിൽ വളരെ പിന്നാക്കം നിൽക്കുന്നൊരവസ്ഥ. അതേ സ്ഥാനത്ത് അറബികൾ പൂർവീക കാലം തൊട്ടേ ചരിത്രങ്ങൾ നന്നായി പറയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയുടെ പേര് ഈ കൂടിയ ആളുകളെന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിമീങ്ങളും എന്നല്ല മറ്റു മതസ്ഥർക്കും പറയാൻ കഴിയും. അവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബിനെ കുറിച്ച്, അവരുടെ വാപ്പ ഹാഷിമിനെ കുറിച്ച്, അവരുടെ വാപ്പ അബ്ദുമനാഫിനെ കുറിച്ച്, അവരുടെ വാപ്പ ഖുസൈനെ കുറിച്ച്, അവരുടെ വാപ്പ കിലാബിനെ കുറിച്ച്, അങ്ങനെ 20 ഉപ്പാപ്പമാരുടെ ചരിത്രങ്ങൾ എല്ലാവരും പറയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് അബൂ നാബിൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ വരെയുള്ള 56 ഉപ്പാപ്പമാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചരിത്രം അറിയാതിരുന്നത്? കേരളത്തിന് ചരിത്രമെന്ന ദിശാബോധം നൽകിയത് യഥാർത്ഥത്തിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങളാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങൾ വഫാത്തായി 506-ാമത്തെയോ 7-ാമത്തെയോ ആണ്ടാണോ
ഈ ശഅബാൻ മാസം. ഇതേ വർഷത്തിലാണ് മഹാനായ ജലീലുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇവിടെ ജീവിച്ച സമയത്താണ് യൂറോപ്പിൽ നിന്ന് ആദ്യമായി വാസ്കോ ഡി ഗാമ നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് അല്ലെങ്കിൽ കാപ്പാട് ബീച്ചിലെത്തിയത് 1498. വാസ്കോ ഡി ഗാമ ഇവിടെ വന്ന് ഇന്ത്യക്കെന്തുണ്ടായി? കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1498 മുമ്പ് ഇന്ത്യയിൽ യൂറോപ്പിന് അറിയില്ലായിരുന്നു, വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. വാസ്കോ ഡി ഗാമക്ക് ഇന്ത്യയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് ഇബ്നു മാജിദ്. മഴ എല്ലാവരും അടുത്തിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് അടുത്തേക്കിരിക്കുക. പരമാവധി മഴ വർഷിക്കുന്നത് കൊണ്ട് ഉള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യം. ഇബ്നു മാജിദ് റഹിമഹുല്ലാഹു തആല തങ്ങളാണ്. അതേ സ്ഥാനത്ത് അതിന്റെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അറബികൾ ഇവിടെ വരാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, അറബികൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. വാസ്കോ ഡി ഗാമ കോഴിക്കോട് വന്നിറങ്ങുന്നതിന്റെ മുമ്പ് യൂറോപ്യൻസിന് ഇന്ത്യയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം കാലത്ത് കേരളത്തിൽ നിന്ന് തേക്ക് മരവും ആനക്കൊമ്പും കൊണ്ടുപോയി സംഭവം ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത്രയും കാലം കേരളത്തിൽ ധാരാളം അറബികൾ വന്നിറങ്ങി താമസിച്ചു. ധാരാളം യമനി സാദാത്തുക്കൾ ഹളറമൗത്തിൽ നിന്ന് 30ഓളം ഖബീലകൾ ശിഹാബ്, ആലു ജമലുൽ ലൈലി, ഫഖീഹ്, ഐദീദ്, സഖാഫ് തുടങ്ങി 30ഓളം ഖബീലകൾ ഈ 300 വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് ബുഖാരി സാദാത്തുക്കൾ വന്നിട്ടുണ്ട്, മഖ്ദൂമുമാർ വന്നിട്ടുണ്ട്.
അങ്ങനെ വന്നവരാരും തന്നെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗം അവരവരുടെ രാജ്യത്തിന്റെ കോളനിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. അവർ ഇവിടെ കൊള്ളയടിച്ചിട്ടില്ല. അവർ ഇവിടെ അക്രമങ്ങളും അനീതികളും ചെയ്തിട്ടില്ല. അവർ വന്ന ലക്ഷക്കണക്കിന് പൂർവികർ നാടിന് ധാരാളം നന്മകൾ ചൊരിക മാത്രമാണ് ചെയ്തത്. ഇവിടുത്തെ കുരുമുളകിനും ഏലത്തിനും ഇഞ്ചിക്കും അതുപോലെയുള്ള കേരളോൽപ്പന്നങ്ങൾക്ക് നല്ല വില നൽകി അവർ അതാത് നാടുകളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ നാട് അവർ നിമിത്തം പച്ചപിടിക്കുകയാണ്, രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് നമ്മുടെ രാജ്യം ഇന്നും അനുഭവിക്കുന്ന അധപ്പതനവും പരാജയത്തിന്റെയും കാരണം യൂറോപ്യൻസ് മാറി മാറി വരലോടുകൂടെ അവരെ കൊള്ളയടിക്കാൻ തുടങ്ങി. അവർ ഇവിടെ പല രാജ്യങ്ങളുടെയും കോളനിയാക്കി മാറ്റി. ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ഇവിടെ നടന്നു. പതിനായിരക്കണക്കിന് വിധവകള്, ലക്ഷക്കണക്കിന് അനാഥകള് എന്നും ഈ പരാജയത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യ രക്ഷപ്പെട്ടിട്ടില്ല എന്ന വസ്തുത നിഷേധിക്കാൻ സാധ്യമല്ല. അതേ സ്ഥാനത്ത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വാസ്കോ ഡി ഗാമയുടെ കാലത്താണെങ്കിലും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ചരിത്രമെന്ന് പറയുന്നത്. കേരളത്തിന്റെ ചരിത്രം ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ടത് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അടുത്ത കാലത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞ ചരിത്രകാരനായിരുന്ന ഗോവിന്ദപിള്ള പറഞ്ഞു, ചരിത്ര രചനയിലെന്നല്ല ചരിത്ര പഠനത്തിന് തന്നെ തുടക്കമിട്ടത് സൈനുദ്ദീനാണ്. അദ്ദേഹത്തിന്റെ പ്രയോഗമാണ്. മൂലം അറബിയിലാണെങ്കിലും വിഷയം ചരിത്രമായിരുന്നു. ഇന്ന് കേരള ജനതയ്ക്ക് ചരിത്രം ആശ്രയിക്കണമെങ്കിൽ ആദ്യമായൊരു ഗ്രന്ഥമെടുക്കാനുള്ളത് തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. ഇത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് നമുക്ക് കേരളത്തിന് ഈ സംസ്കാരം പഠിപ്പിക്കുന്നത്. പക്ഷേ കേരളം ഇന്നും അത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് നിലനിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ ഘടകമാണ് നമ്മുടെ പൂർവികർ നിലനിർത്തിയിരുന്ന ആണ്ടുകളും മൂറൂസുകളും നേർച്ചകളും. ലോകത്ത് 165 കോടി മുസ്ലിമീങ്ങൾക്ക് എന്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പമാരെ കുറിച്ചറിയാൻ കഴിയുന്നു? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 1400 വർഷം കഴിഞ്ഞില്ല. അവിടത്തെ ഉപ്പാപ്പമാർ മരിച്ചിട്ട് 1500, 600, 700 കഴിഞ്ഞിട്ടില്ലേ? നമ്മുടെ നാലാമത്തെ ഉപ്പാപ്പ മരിച്ചിട്ട് 75, 80 കൊല്ലമേ ആയിട്ടുള്ളൂ. പക്ഷേ നാലാമത്തെ ഉപ്പാപ്പയുടെ പേര് പറയുന്നില്ല. കാരണം എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എല്ലാ റബീഉൽ അവ്വലിലും നമ്മുടെ നാടുകളിൽ, വീടുകളിൽ, കുടുംബങ്ങളിൽ മൗലിദ് നടക്കുമ്പോൾ, മൗലിദ് സമ്മേളനം നടക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ അയവിറക്കുകയാണ്. അതറിയാതെ പുസ്തക പാഠങ്ങളല്ലാതെ ജീവിത പാഠങ്ങളായി അതവരുടെ നിത്യജീവിതത്തിലേക്ക് ലയിച്ചു ചേരുകയാണ്. ഇവിടെ കൂടി ആരോട് ചോദിച്ചാലും
ഖുത്ബുൽ അഖ്താബ് ഖൗസുൽ അസം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വഫാത്തായി എന്ന് ചോദിച്ചാൽ റബീഉൽ ആഖിർ 11 എന്ന് എല്ലാവരും മറുപടി പറയും. അത് ജീലാനി ഖൗസുൽ അസം തങ്ങളുടെ നേർച്ച ഇവിടെ നടക്കുന്നത് കൊണ്ട്. ഖുത്ബുസ്സമാൻ മംബ്രം തങ്ങൾ വഫാത്തായി ഏകദേശം 180ഓളം വർഷങ്ങളായെങ്കിലും അതെന്നാണെന്ന് ചോദിച്ചാൽ മുഹറം മാസത്തിലാണ് 6-നാണെന്ന് എല്ലാവരും മറുപടി പറയും. കാരണം മമ്പുറം തങ്ങളുടെ നേർച്ച നടക്കുന്നത് കൊണ്ട്. അങ്ങനെ ഓരോ നേർച്ചകളും നടക്കുന്നിടത്ത് നമുക്കത് പറയാൻ കഴിയും. നേർച്ച വേണ്ട, ഉറൂസ് വേണ്ട, മൗലിദ് വേണ്ട എന്ന് പറയുന്നവര് യഥാർത്ഥത്തിൽ വളരെ ആസൂത്രിതമായി ഇസ്ലാമിനെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് എന്ന് സാന്ദർഭികമായി ഓർക്കണമെന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് കാപ്പാട്ട് നിന്ന് ഒരു 5-8 പ്രവർത്തകർ വന്നു. അവർ മുഖവും രൂപവും ഭാവവും കണ്ടാൽ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ അനുഭാവികളല്ല, വിരോധികളാണ് എന്ന് വളരെ വ്യക്തമാകുന്ന രൂപത്തിലാണ്. ഒരു വെള്ളിയാഴ്ചയാണ്, നല്ല തിരക്കുള്ള ദിവസമാണ്. അതിൽ നമ്മുടെ ഒരു പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, വന്നവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്, അവരൊക്കെ പലരും B.Ed കഴിഞ്ഞവരാണ്, B.Com കഴിഞ്ഞവരാണ്, പല വിഷയങ്ങളിലും PG കഴിഞ്ഞവരാണ്. അങ്ങനെ കുറെ ചെറുപ്പക്കാരെ എഡ്യൂക്കേറ്റഡ് ആയ ക്വാളിഫൈഡ് ആയ ആളുകളെ കിട്ടുമ്പോ അതിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. വീട്ടിൽ നന്നായി സൽക്കരിച്ച് വിഷയങ്ങൾ തുടങ്ങി. കോഴിക്കോട് കാപ്പാട്, വാസ്കോഡി ഗാമയുടെ ചരിത്രം, ഇതൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ബാപ്പമാരുടെ പേര്, ഉപ്പാപ്പമാരുടെ പേര് ആർക്ക് പറയാൻ കഴിയും? എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ചരിത്രം നഷ്ടപ്പെട്ടു പോയത് കേരളത്തിൽ എന്തുകൊണ്ട്? ഈ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ? നമ്മുടെ മഹത്തുക്കളെ സ്മരിക്കാതിരിക്കുന്നത് കൊണ്ട്, മഹത്തുക്കളെ ഓർക്കാതിരിക്കുന്നത് കൊണ്ട്. ഊറൂസും നേർച്ചകളും മൗലിദുകളും കഴിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ചരിത്രം ഉണർത്താൻ, ചരിത്രം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുമെന്ന കാര്യം തീർച്ചയല്ലേ? അവർ പിന്നീട് പോയ രംഗം വന്ന രൂപത്തിലല്ല, വളരെ ആവേശത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ. എന്ന് മാത്രമല്ല, പിന്നീട് അതിൽപ്പെട്ട പ്രവർത്തകൻ എന്നോട്, നമ്മുടെ അനുഭാവി എന്നോട് പറഞ്ഞു, അന്ന് അവരുടെ നാട്ടിൽ ഖുത്ബുൽ അഖ്താബ് ഖൗസുൽ അസം തങ്ങളുടെ കുത്തുബിയത്തൊരു വീട്ടിലുണ്ടായിരുന്നു. ഇതിനൊക്കെ കൂടി എന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ വശങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരോട്, യഥാർത്ഥത്തിൽ നമ്മുടെ മലബാറിന്റെ ചരിത്രം ഇന്ന് എത്ര പേർക്കറിയാം? യുഎന്റെ കീഴിലെ യുനെസ്കോയെ ഇന്ന് വലിയ ചരിത്ര മേഖലയായി മാലിയെ തിൻബുക്തു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ മാലിയെ തിൻബുക്തുവിന്, ആ പ്രദേശത്തിന് കേവലം 800 കൊല്ലത്തെ ചരിത്രം മാത്രമേ രേഖപ്പെടുത്താനുള്ളൂ. അതേ സ്ഥാനത്ത് മലബാറിന് 800-ന്റേതല്ല, 1000-ന്റേതല്ല, 4000 വർഷങ്ങളുടെ ചരിത്രം മലബാറിനുണ്ട്. പക്ഷേ മലബാർ എന്നാൽ ഞാനും നിങ്ങളും പറയുന്ന കോഴിക്കോട്, മലപ്പുറം, കണ്ണൂര്, കാസർഗോഡ്, വയനാട് ഈ ഡിസ്ട്രിക്റ്റുകൾ നിക്ഷിപ്തമല്ല. മറിച്ച് മുഅ്ജമുൽ ബുൽദാനിൽ മഹാനായ യാഖൂത്തുൽ ഹർമവി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്ന അതിവിശാലമായ മലബാർ, ആ മലബാറിന്റെ പൈതൃകം, ആ മലബാറിന്റെ ചരിത്രം, ഇത് ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ മലബാറുകാർ തയ്യാറായില്ല എന്നത് യഥാർത്ഥത്തിൽ വലിയ ന്യൂനതയാണ്. യുഎന്നിന്റെ മുമ്പിൽ, യുനെസ്കോയുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ
ടിംബുക്ടുവിനേക്കാൾ ഏറ്റവും കൂടുതൽ 800 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ടിംബുക്ടുവിനെ ഇത്രയും വലിയ പ്രാധാന്യം നൽകുന്നുവെങ്കിൽ മലബാറിന് എത്രമാത്രം പ്രാധാന്യം ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ മലബാറുകാർക്ക് തന്നെ അറിയില്ല. മാത്രമല്ല, മലബാറിനെ ഹൈലൈറ്റ് ചെയ്യലോടുകൂടെ മലബാറിന്റെ ആദർശവും മലബാറിന്റെ ചരിത്രകാരന്മാരും മലബാറിന്റെ പൂർവീകന്മാരും മലബാറിന്റെ ആചാരവും മലബാറിന്റെ അനുഷ്ഠാനങ്ങളും ശൈലികളും ഹൈലൈറ്റ് ചെയ്യപ്പെടും. അതോടുകൂടെ സുന്നത്തിയമായിട്ട് ആശയങ്ങളും ആദർശങ്ങളും ഇൻഡയറക്റ്റായി വളരെ വ്യക്തമായി നമുക്ക് അസന്നിഗ്ധമായി ആർക്കും എതിർക്കാൻ കഴിയാത്ത രൂപത്തിൽ സുന്നത്തിയമാത്തിന്റെ സത്യം ബോധ്യപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഇതെല്ലാം വിമർശിക്കുന്ന കക്ഷികൾ നമ്മുടെ മഹത്തുക്കളായ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും പേരിൽ സെമിനാറുകൾ നടത്തുന്നതിൽ ഹിഡൻ അജണ്ടകളുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. സത്യത്തിൽ ഇതുകൊണ്ടാണ് മഅദിൻ വൈസ്യത്തിന്റെ കീഴില് മലബാർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മലബാർ പ്രധാന പ്രമേയമാക്കി തെരഞ്ഞെടുത്തതിന്റെ ലക്ഷ്യവും 20ഓളം വിദേശ രാജ്യങ്ങളിൽ മലബാറിനെ കുറിച്ച് സെമിനാറുകൾ നടത്തുക, മലബാറിന്റെ ചരിത്രങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കുക എന്നത്. ഇതോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ നിൽക്കാൻ മലബാറിന് കഴിയും. യഥാർത്ഥത്തിൽ 1924-23 മാർച്ചിലാണ് ഉസ്മാനിയ ഖിലാഫത്ത് ലോകത്തെ ഇവിടെ നിന്ന് അസ്തമിക്കപ്പെട്ടത്. ഈ ഇതിന്റെ പേരിലാണ് ഖിലാഫത്ത് ലഹള തിരുവങ്ങാടി ഇവിടെ നടന്നത്. അതിന്റെ ശേഷമാണ് ഇന്ന് കാണുന്ന സലഫികള് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പിടിച്ചടക്കിയത്. അതോടുകൂടെ തന്നെ സലഫികളുടെ കേന്ദ്രമായി മാറിയത്. യഥാർത്ഥത്തിൽ സെപ്റ്റംബർ 11 വേൾഡ് സെന്റർ തകർക്കലോടുകൂടെ യൂറോപ്പും ആഫ്രിക്കയും ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അഥവാ ഇവിടത്തെ ലക്ഷ്യം തീവ്രവാദമാണെന്നും ഇവരുടെ പിന്നിലുള്ള ലക്ഷ്യം തീവ്രവാദമാണ്, ഇവരെ അനുഗ്രഹിക്കുന്നത് മാതൃകയാക്കുന്നത് നമുക്ക് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നീട് അവർ അവലംബിച്ചിരുന്നത് ഈജിപ്തും യമനുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ നിമിത്തം പലപ്പോഴും യൂറോപ്യൻസും ആഫ്രിക്കൻസും ഈ രാജ്യങ്ങളുമായും ബന്ധപ്പെടാൻ പേടിക്കുന്നു എന്നതാണ് വസ്തുത. കഴിഞ്ഞ മാസം ഫ്രാൻസിന്റെ കീഴിലുള്ള മയോട്ടയിൽ ചെന്ന് മാഷാ അല്ലാഹ് എന്നോട് ഇവിടെ വന്ന സമയത്ത് അബൂബക്കർ മുസ്തിയാർ പറഞ്ഞു, മയോട്ടയെ കുറിച്ച് ഞങ്ങളൊന്നും അറിഞ്ഞില്ല. യഥാർത്ഥത്തിൽ അവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെടുകയായിരുന്നു. അവർ നടത്തുന്ന മൗലിദുകളും റാത്തീബുകളും സ്വലാത്ത് മജ്ലിസുകളൊക്കെ നമ്മുടെ അതിന്റെ 4000 പോലും നമ്മളാരും എത്തുന്നില്ല എന്നതാണ്. പലപ്പോഴും അവിടെ നടക്കുന്ന റാത്തീബുകൾ എല്ലാ ശനിയാഴ്ചയും ബദർ മൗലിദിന്റെ സദസ്സ്, ആ ബദർ മൗലിദ് ഓതുന്നത് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിസയ്യിദിനാ അബീ ബക്കർ റളിയല്ലാഹു വസന ഉമർ റളിയല്ലാഹു വസന ഉസ്മാൻ റളിയല്ലാഹു വസന. നമുക്ക് തെറിയത്തെല്ലാം പോലും കഴിയില്ലല്ലോ. ബിസയ്യിദിനാ അബീ ബക്കർ റളിയല്ലാഹു വസന ഉമർ റളിയല്ലാഹു വസന ഉസ്മാൻ റളിയല്ലാഹു വസന അലി റളിയല്ലാഹു വസന തൽഹ റളിയല്ലാഹു വസന സുബൈർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല അതുകൊണ്ട് ക്ഷണിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഉയർന്ന കോർട്ടിലെ ജഡ്ജ് ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ആചാരങ്ങൾ കണ്ട് എന്നോട് പറഞ്ഞത്, നിങ്ങൾ മയോട്ടയിൽ വന്നാൽ പറയേണ്ടത് ഇതുപോലെ ബദർ മൗലിദും കുത്തുബിയത്തും ബുറുദയുമൊക്കെ കേരളത്തിലും നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയണം. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ സൗദിയിൽ നിന്ന് പല യൂണിവേഴ്സിറ്റികൾ വന്ന് അപൂർവം ചിലർ പറയുന്നുണ്ട് ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ, മറ്റെവിടെയും ഇല്ല എന്ന്.
നിങ്ങൾ കേരളത്തിൽ വരുമ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലും ഇതുപോലെ നടക്കുന്നുണ്ട്. അവിടെ ഇശാ തുടങ്ങിയ ഇശാക്ക് ശേഷമുള്ള പല സദസ്സുകളും സുബഹി വാങ്ക് കൊടുക്കുമ്പോഴാണ് അവസാനിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ പോരുന്ന സമയത്ത് പറഞ്ഞത് അടുത്ത വർഷം വരുമ്പോ നിർബന്ധമായിട്ട് അതോ എല്ലാ വർഷവും റജബ് ഫെസ്റ്റിവൽ, റജബ് ഒരു ആഘോഷമായി റമളാനുള്ള തയ്യാറെടുപ്പുകൾ. അതിൽ വരുന്നവർ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ പോലെയല്ല, വലിയ സദസ്സാണിത്. കാര്യം ശരിയാണ്. പക്ഷേ 90 വയസ്സ് കഴിഞ്ഞ ഒരൊറ്റ ആൾ ഈ സദസ്സിൽ കാണാൻ കഴിയും. 60 വയസ്സ് കഴിഞ്ഞവർ എത്ര പേര് ഈ കൂട്ടത്തിലുണ്ടാകും? മാഷാ അല്ലാഹ്, മയോട്ടയിലെ കണ്ട സദസ്സ് ഓരോ സദസ്സിലും 90ഉം 95ഉം കഴിഞ്ഞ എത്രയോ ആളുകളെ വടിയും കുത്തിപ്പിടിച്ച് കൊണ്ടുവരുന്ന രംഗം, 2 ആള് 3 ആള് താങ്ങിപ്പിടിച്ച് കൊണ്ടുവരുന്ന രംഗങ്ങൾ. സദസ്സ് കഴിഞ്ഞതിന്റെ ശേഷം ചെറിയ ചെറിയ കുട്ടികളെ പ്രസവിച്ച് 3 ദിവസമായ കുട്ടികൾ വരെ ആ കൂട്ടത്തിൽ കൊണ്ടുവന്ന് ദ്വാരപ്പിക്കുന്നത് മന്ത്രിപ്പിക്കുന്നത് കാണുമ്പോൾ മാഷാ അല്ലാഹ്. എന്നിട്ട് അവർ അവസാനം പറഞ്ഞത്, ഇനി അടുത്ത വർഷം വരുമ്പോൾ മലബാറിൽ നിന്ന് കുറേ ആളുകളെ കൊണ്ടുവരണം. ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ മിസ്രിൽ നിന്നായിരുന്നു കൊണ്ടുവന്നിരുന്നത്, യമനിൽ നിന്നായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ യമനിൽ നിന്നോ മിസ്രിൽ നിന്നോ ആളുകളെ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഫ്രാൻസിന്റെ കീഴിലായി എന്നതുകൊണ്ട് തന്നെ ഞങ്ങളും തീവ്രവാദത്തിന്റെ പേരിൽ സംശയിക്കപ്പെടുകയാണ്. അവിടെയൊക്കെ തീവ്രവാദികളുടെ ആക്രമണങ്ങൾ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ നമ്മുടെ ഇന്ത്യ അങ്ങനൊരു ആരോപണം നടക്കപ്പെടാത്തത് കൊണ്ട് തന്നെ മലബാറിലെ പണ്ഡിതന്മാർക്ക് ലോകതലത്തിൽ ഉയർന്നു വരാൻ ഏറ്റവും കൂടുതൽ ചാൻസും സാധ്യതയുമുള്ള സമയമാണ്. പക്ഷേ ഒരു കാര്യം മലബാറിലെ നമ്മുടെ പണ്ഡിതന്മാര് മുതഅല്ലിമീങ്ങള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വന്ന മറ്റൊരു ന്യൂനതയാണ്, നമുക്ക് നമ്മുടെ ഭാഷ മാത്രം മതി എന്നൊരു തോന്നല്, മലയാളം കൊണ്ട് മാത്രം മതിയാക്കി എന്ന തോന്നല്. ലോകത്ത് 750 കോടി ജനങ്ങളിൽ മലയാളം സംസാരിക്കുന്നവർ കേവലം 3 കോടി ജനങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കണം. മാറ്റി 747 കോടി ജനങ്ങൾക്കും മലയാളം അറിയില്ല എന്നുകൂടി മനസ്സിലാക്കണം. ലോകഭാഷകൾ ചോദിക്കുമ്പോൾ പല കുട്ടികളും പറയാറുള്ളത് ഹിന്ദിയും ഉറുദുമെന്നാണ് പറയാറുള്ളത്. ഇന്നും നമ്മുടെ സ്കൂളുകളിൽ സെക്കൻഡ് ലാംഗ്വേജായി പഠിപ്പിക്കുന്നത് ഹിന്ദിയാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള ഭാഷകളാണ്. യഥാർത്ഥത്തിൽ 1947 അല്ലെങ്കിൽ 50, 60, 70 നമ്മൾ കർണാടകയിലും ആന്ധ്രയിലും ബോംബെയിലും ബാംഗ്ലൂരിലുമേ പോയിട്ടുള്ള. ഇപ്പോൾ കാലം മാറി. 1977 ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണകണ്ടത്തിനോടുകൂടെ സൗദി, UAE, ഖത്തർ, ബഹ്റൈൻ, ഖലീജിലേക്ക് യഥാർത്ഥത്തിൽ അവിടെ എല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പോകേണ്ടത് യൂറോപ്പിന്റെ വിവിധ മേഖലകളിൽ, ആസ്ട്രേലിയകളിൽ, വിവിധ രാജ്യങ്ങളിൽ എത്രമാത്രം സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ. ഈ രാജ്യങ്ങളെപ്പോലെയല്ല മാസത്തിലല്ല ശമ്പളം, മണിക്കൂറിനാണ് അവിടെ ശമ്പളം. അവിടെ റിയാലും ദിർഹമുമല്ല, അവിടെ പൗണ്ടും US ഡോളറും ഓസ്ട്രേലിയൻ ഡോളറുമാണ്. ഇതിനേക്കാൾ ഏറ്റവും മൂല്യം കൂടുതലാണ്. അതോ മണിക്കൂറുകൾക്കാണ് ശമ്പളം കിട്ടുന്നത്. അവിടെ ഒരു സെക്കൻഡ് സിറ്റിസൺഷിപ്പ്, രണ്ടാംകിട പൗരക്കാരന് വേർതിരിച്ച് കാണിക്കപ്പെടുന്ന ഒരു സ്വഭാവമില്ല. എന്തിനേറെ നമ്മളെ കേരളത്തിൽ വരെ തമിഴ്നാട്ടുകാരൻ വന്നാൽ അണ്ണാച്ചി എന്ന് പറഞ്ഞ് മറ്റൊരു വർഗക്കാരനായി മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ഇവിടങ്ങളിലൊന്നും അത് കാണുന്നില്ല. മാത്രമല്ല ഡ്യുവൽ പാസ്പോർട്ട് സിസ്റ്റം, അവിടെ ഇത്രയും സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ. നേരത്തെ നിങ്ങൾ കേട്ട പോലെ ഇംഗ്ലീഷ് കൊണ്ട് മാത്രം മതിയായി എന്ന് ധരിക്കുന്നതും ശരിയല്ല. യൂറോപ്പിൽ, ഇംഗ്ലണ്ടിൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ. മറ്റ് രാജ്യങ്ങളിലൊന്നും ഇംഗ്ലീഷ് അല്ല സംസാരിക്കുന്നത്. ലോകഭാഷകളായ സ്പാനിഷുകള്, ഫ്രഞ്ചുകള്, അതുപോലെ തന്നെ മാൻഡറിൻ, റഷ്യൻ ഭാഷകൾ, ഇന്ന് ഇവൻ അംഗീകരിച്ച ഈ 6 ഭാഷകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ അറബി എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മറന്നുപോകരുത്. അറബി എന്ന് പറയുന്നത് ഖുർആന്റെ മാത്രം ഭാഷയല്ല, മുസ്ലിമീങ്ങളുടെ മാത്രം ഭാഷയല്ല, സ്വർഗത്തിലായ സ്വർഗവാസികളുടെ മാത്രം ഭാഷയല്ല.
മറിച്ച് ലോകത്ത് UN ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷകളില്, ലോകത്ത് 6800 ഭാഷകളില് UN അംഗീകരിച്ച 6 ഭാഷകളാണ്. ആ 6 ഭാഷകളിൽ ഒരു ഭാഷയാണ് അറബി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ ഭാഷയുടെ പ്രാധാന്യം. നമ്മുടെ അറബി എന്ന് പറയുന്നത് നമ്മുടെ മലയാളം പോലെയല്ല, തമിഴ് പോലെയല്ല, കന്നഡ പോലെയല്ല, ഉറുദു പോലെയല്ല, ഹിന്ദി പോലെയല്ല. ഉറുദു ഹിന്ദി ഇതൊന്നും ചെറുതാക്കി പറയുകയല്ല, അതൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കപ്പെടുന്നത് ഇതുപോലുള്ള അറബികളും അറബി ഭാഷയും അതുപോലെ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് പോലുള്ള ഭാഷകളാണ്. ഇത് പഠിക്കാൻ നമ്മുടെ വരും തലമുറ, ന്യൂ ജനറേഷൻ വരുന്ന തലമുറ അതിന് സർവസ്വം സമർപ്പിച്ച് അങ്ങനെ മുന്നോട്ട് വന്നാൽ, ഒരു കൂട്ടമായ പരിശ്രമമുണ്ടായാൽ ഇൻഷാ അല്ലാഹ് വരും ഭാവിയിൽ നമ്മുടെ മലബാറിന് മുന്നേറാൻ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട് എന്ന കാര്യം മറന്നുപോകരുത്. ആ കൂട്ടത്തിൽ നമ്മുടെ പ്രദേശത്തിന്റെ ചരിത്രങ്ങള്, തിരുരങ്ങാടിയുടെ ചരിത്രം, തിരുരങ്ങാടിക്കാരനാണ്, പക്ഷെ എത്ര മാത്രം പറയാൻ കഴിയും. അതിന്റെ ഘട്ടങ്ങള് ഇതുപോലുള്ളത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇവിടെ നമ്മുടെ പള്ളിയോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചരിത്ര സമ്മേളനം വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് മാത്രം ഉണർത്തി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചരിത്രത്തെക്കുറിച്ച് നന്നായി വായിക്കാൻ, അതിനെ നന്നായി ഉൾക്കൊള്ളാൻ, അതിലൂടെ നമ്മുടെ ചരിത്രകാര പുരുഷന്മാരുടെ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി ഖുർആൻ പഠിപ്പിച്ചല്ലോ, ഖുർആൻ ഇങ്ങനെ അടിക്കടിക്കാം ഓരോ നബിമാരുടെ ചരിത്രങ്ങൾ പറയുന്നതിന്റെ ലക്ഷ്യങ്ങൾ. ഖുർആൻ നബിമാരുടെ ചരിത്രങ്ങൾ മാത്രമല്ല പറയുന്നത്, നബിമാരുടെ മൗലിദ് മാത്രമല്ല പറയുന്നത്, ഔലിയാക്കളുടെ ചരിത്രം ഖുർആനിലില്ലേ, വലിയാത്തുകളുടെ ചരിത്രം ഖുർആനിലില്ലേ. വലിയുല്ലാഹി ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്നത്, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ നബിയല്ല എന്നല്ലേ പ്രബലമായ അഭിപ്രായമനുസരിച്ച്. അപ്പോൾ ഔലിയാക്കളുടെ ചരിത്രം ഖുർആനിലുണ്ട്. മാത്രമല്ല വലിയാത്തുകളുടെ മറിയം റളിയല്ലാഹു അൻഹാ നബി എന്താണെന്ന് നിങ്ങൾക്ക് വാദമില്ലല്ലോ, മറിച്ച് വലിയത്തല്ലേ മറിയം റളിയല്ലാഹു അൻഹാ. അവരുടെ ചരിത്രങ്ങള് സൂറത്ത് മറിയം എന്ന പേര് തന്നെ ഖുർആനിലില്ലേ. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും താരതമ്യപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അത് തിരുത്താകാനും നന്നാകാനും ശ്രമിച്ച് എല്ലാവരും സ്വയം സംസ്കരണത്തിന് തയ്യാറാവുക. വിശിഷ്യ പരിശുദ്ധമായ റമളാൻ ഷരീഫാണ് നമുക്ക് സമാഗതമാകാനിരിക്കുന്നത്. റമളാൻ ഷരീഫാണ് സമാഗതമാകുന്നതിന് മുമ്പ് നമ്മളൊക്കെ നാടുകളിൽ നനച്ചുകുളി എന്നൊരു സംവിധാനമുണ്ടായിരുന്നു. ആ പേര് തന്നെ നനച്ചുകുളി എന്നാണ്. വീടും കട്ടിലും മേശയും അതുപോലെ തന്നെ റൂമുകളും തലയണകളും വിരിപ്പുകളും പുതപ്പുകളും നിസ്കാര കുപ്പായങ്ങളും മുഴുവനും നനച്ച് കുളിച്ച് വൃത്തിയാക്കുമായിരുന്നു. പക്ഷേ ശരീരങ്ങൾ മാത്രമല്ല, വീട് പരിസരം മാത്രമല്ല, കൽബ് കൂടി നനച്ചു കുളിപ്പെടുത്തുമായിരുന്നു. ആ കൽബ് നനച്ചു കുളിക്കാൻ വേണ്ടിയാണ് വീട്ടിലെ കട്ടിലയും പായും വൃത്തിയാക്കാൻ 1 ദിവസം മതി, അല്ലെങ്കിൽ 2 ദിവസം മതി, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് വൃത്തിയാക്കിയാൽ വൃത്തിയാക്കാത്ത വീടുകളൊന്നും നമുക്കില്ല. അതേ സ്ഥാനത്ത് കൽബ് നനച്ചു കുളിക്കാൻ, കൽബ് വൃത്തിയാക്കാൻ ഒരാഴ്ച പോരാ, 1 മാസം പോരാ, ഏറ്റവും ചുരുങ്ങിയത് 2 മാസം തന്നെങ്കിലും കാര്യമാണ്. അതുകൊണ്ടാണ് റജബ് ഉണ്ണിപിറക്കലോടുകൂടി എല്ലാവർക്കും വിളംബരം ചെയ്യപ്പെടുകയാണ്. ഫസ്റ്റ് ഓഫ് റജബ് എന്ന് പറയുന്നത് വാക്കുത്തരം ലഭിക്കപ്പെടുന്ന 15 രാത്രികൾപ്പെട്ട രാത്രിയാണെന്ന് മഹാനാഹിദത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു തആല തങ്ങള് ഇഹ്യാ ഉലൂമുദ്ദീൻ വ്യക്തമാക്കിയത്. പക്ഷേ നമുക്ക് റജബിന്റെ 1ന്റെ പ്രാധാന്യം ഓർക്കുന്നില്ല. ആ റജബ് ഉണ്ണിപിറക്കലോടുകൂടെ തന്നെ ഇതാ റമളാൻ വിളംബരമാണ്. ഞാൻ റമളാന് തയ്യാറെടുത്ത് കഴിയണം. എന്ന പള്ളികളുടെ ഒരു പ്രാർത്ഥനകൾ ഒഴിയാതെ ഒതുക്കാതെ
നാടുകളെ കാണുന്നവരോട് മുഴുവനും ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞു പോയി മാപ്പാക്കണം, സാമ്പത്തിക ഇടപാടുകൾ തീർക്കണം. നമുക്കറിയാമല്ലോ ആർട്ടിസ്റ്റ് ചുമരിൽ ചിത്രം വരക്കുമ്പോൾ ആ ചുമരിന്റെ പതനം വൃത്തിയാക്കലാണ് ചിത്രം ക്ലിയറാക്കുന്നതിനേക്കാൾ വലുത്. ആർട്ടിസ്റ്റ് എവിടെ നിന്ന് വന്നവരാണെങ്കിലും അവന്റെ പെയിന്റും അവന്റെ ഉൽപ്പന്നങ്ങളും എത്ര മനോഹരമാണെങ്കിലും പതനം വൃത്തിയാക്കിയില്ല എങ്കിൽ ആ ചുമര് ചിത്രം കൊണ്ടൊരു പ്രയോജനവുമില്ല. മറിച്ച് ചുമര് ക്ലീൻ ചെയ്യാനാണ് ദിവസങ്ങൾ പിടിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരുന്നത്. അത് ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ചാണ്, പതനം വൃത്തിയാകുന്നതിനനുസരിച്ചാണ് ചുമരം തെളിയുന്നത്. എന്നാൽ പരിശുദ്ധമായ റമളാനെ സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഖൽബ് കൊണ്ടാണ്. ആ ഖൽബിലേക്ക് റമളാൻ എത്തണമെങ്കിൽ ഖൽബിൽ ഖൽബുണ്ടാവരുത്, ഹസദുണ്ടാവരുത്, ഉജുബുണ്ടാവരുത്, അഹങ്കാരമുണ്ടാവരുത്, അസൂയയുണ്ടാവരുത്. മറിച്ച് ഖൽബ് വളരെ സംശുദ്ധമായി തീരണം. അപ്പോഴേ നമ്മുടെ പ്രിയങ്കരനായ MP E.T. മുഹമ്മദ് ബഷീർ സാഹിബ് അവറുകൾ വരുന്നുണ്ട്. ഖൽബ് റമളാനിനോടനുബന്ധിച്ച് ഖൽബ് ക്ലീൻ ചെയ്യണം. അപ്പൊ നനച്ചുകൂടി നടത്തേണ്ടത് ആദ്യമായി നമ്മുടെ ഖൽബാണ്, നമ്മുടെ ഹൃദയമാണ് ശുദ്ധീകരിക്കേണ്ടത്. അത് ക്ലീൻ ചെയ്യുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് അവസാനിപ്പിക്കുകയാണ്. അവസാനമായി പറയാനുള്ളത്, ഇനി വരുന്ന ഓരോ ദിവസങ്ങളും നമുക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്. ബറാഅത്ത് രാവ് അടുത്ത തിങ്കളാഴ്ചയോടുകൂടെ, ഇന്ന് ഞായറാഴ്ച, നാളെ മറ്റന്നാള് ബറാഅത്ത് രാവാണ്. നമുക്ക് ആ യാസീന്, ആ പാഹ്രബിൽ ഞാനിപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ബറാഅത്തിൽ മുമ്പ് പിന്നീട് അങ്ങോട്ട് അതിനങ്ങ് ലയിച്ചു കയറുക തന്നെ. സൂര്യൻ ഉദിക്കുന്നതിന്റെ 10-20 മിനിറ്റുകൾക്ക് മുമ്പ് പ്രകാശകിരണങ്ങൾ കണ്ടു തുടങ്ങുമല്ലോ. എന്ന പോലെ തന്നെ റമളാനാകുന്ന വലിയ നൂറ് നമുക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രകാശകിരണങ്ങൾ അത് ഏറ്റവും ഇബാദത്തിനടുത്ത സമയങ്ങളാണ്. അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി റമളാൻ ഈ ഒരു മാസം അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി നീക്കിവെച്ച് എല്ലാ ഹക്കടപാടുകളും വീട്ടി എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് നമ്മുടെ ഹൃദയവും ശരീരവും സർവസ്വം വൃത്തിയാക്കി റമളാൻ സ്വീകരിക്കാൻ ശ്രമിക്കുക. നാദാനി തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഞങ്ങളെ വിജയികളിൽപ്പെടുത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പള്ളിക്ക് ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി സഹായിച്ച ഒട്ടനവധി ആളുകൾ, അതിൽ ഇതിനു വേണ്ടി സർവസ്വം സമർപ്പിച്ചിറങ്ങിയ നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞു മുഹമ്മദ് ഹാജി, അദ്ദേഹത്തിന്റെ മകൻ 2 മാസം മുമ്പാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മുസ്തഫന്റെ പേര് മുസ്തഫ. 85 വയസ്സല്ലേ? 58 വയസ്സുള്ള മുസ്തഫ. ഞാൻ നിങ്ങളും ഇതൊരു ചിന്തയായിരിക്കണം നമുക്ക്. മുസ്തഫ കഴിഞ്ഞ റമളാനിൽ ഒരിക്കലും മുസ്തഫയോ ഞാനോ നിങ്ങളോ ധരിച്ചിരുന്നില്ല ഇതിന്റെ അവസാനത്തെ റമളാനാണെന്ന്, അല്ലെങ്കിൽ മുസ്തഫയുടെ അവസാനത്തെ റമളാനാണെന്ന്. ഇന്ന് മുസ്തഫ നമ്മോടൊപ്പമില്ല. മുസ്തഫയുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. ഈ സമയത്ത് മഹാനായ താജുൽ ഉലമയും മഹാനായ നൂറുൽ ഉലമയും വിശിഷ്യ തിരുവങ്ങാടി ബാപ്പുസ്താദ് മറന്നുകൊണ്ട് നമുക്ക് തിരുവങ്ങാടിയുടെ സമ്മേളനം നടത്താൻ കഴിയില്ല. മഹാനായ ശൈഖുന കുണ്ടൂർ ഉസ്താദിനെ വിസ്മരിച്ചുകൊണ്ട് കഴിയില്ല. മഹാനായ ശൈഖുന ഉസ്താദുൽ അസാത്തീദ് ഒക്കെ ഉസ്താദ്, ചെറുശോധ ഉസ്താദ് തുടങ്ങി ധാരാളം പണ്ഡിത മഹത്തുക്കൾ അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞവരുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ഫൈലി ഉൾപ്പെടെയുള്ള ധാരാളം നമ്മുടെ പൂർവികരായ ഉസ്താദുമാര് നമ്മുടെ മഹല്ലത്തിന് വേണ്ടി സർവസ്വം സമർപ്പിച്ചിറങ്ങിയവരായിരുന്നല്ലോ കുഞ്ഞുമോൻ ഫൈലി തുടങ്ങിയവരുടെ എല്ലാ ഖബറുകളും നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. ഈ തിരുങ്ങാടി മേലേച്ചില താഴേച്ചിന അതുപോലെ തന്നെ വലിയ ജുമാഅത്ത് പള്ളി മമ്പുറം ചെന്ന പരിസരങ്ങളിലൊക്കെ ധാരാളം മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ മരിച്ചു കിടക്കുന്നവരുണ്ട്. എല്ലാ ഖബറുകളും നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പള്ളിക്ക് സഹായിച്ച സഹകരിച്ച സർവരിലും സർവ്വവിധ വിജയങ്ങളും നീ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.